our new video of Pulinji. Friends, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഓണസദ്യ. അതേനെ കൊണ്ട് ക്ലേനെ കൊണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് ഓണസദ്യ എങ്ങനെയാന്ന് ഉണ്ടാക്കുവാന്ന് കാണാൻ പോവാ. നിങ്ങൾ എന്റെ വീഡിയോ കാണുന്ന ആളാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബെല്ലാം അതിങ്ങനെ ബട്ടൺ നെക്കുമല്ലോ വേണ്ടു. നെക്കിട്ട് നേരെ നിങ്ങൾ നിങ്ങളെ ഇഷ്ടമുള്ള പോലെ ചെയ്തോ. അപ്പൊ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ചെയ്തിട്ട് പോയാൽ മതിയേ. ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ആവശ്യമുള്ള സാധനം കാർഡ്ബോർഡ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സദ്യന്റെ വായന പോലെ ഇങ്ങനെ വായന്റെ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്യാം. മിസ്റ്റേക്ക് ഒക്കെ വാഴ അല്ല, വാഴ ഇല. ഫ്രണ്ട്സ്, കട്ട് ചെയ്യുമ്പോ എല്ലാരും സൂക്ഷിക്കണം, അല്ലെങ്കിൽ അമ്മന്റെ ഹെൽപ്പ് ചോദിക്കാം. എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്, കണ്ട. നമുക്ക് ഇത് ക്ലേ വെച്ചിട്ട് കവർ ചെയ്തെടുക്കണം. ഇത് ഫ്രണ്ട്സ്, ഇത് സോഫ്റ്റ് ക്ലേ ആണ് ഫ്രണ്ട്സ്. ഇത് ഞാനല്ലേ 99 സ്റ്റോറിലും മനസ്സിലാവും ഫ്രണ്ട്സ്. കട്ടീന് വേണ്ടിയിട്ടാണ് നമ്മൾ കാർഡ്ബോർഡ് എടുക്കുന്നത് ഫ്രണ്ട്സ്. ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മളെ വാഴയിലയാണ് ഫ്രണ്ട്സ്. അയ്യോ, ഗ്രീൻ കളർ കുറച്ച് കൂടുതൽ വേണം ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്, കേനെ കൊണ്ട് ഇങ്ങനെ കവർ ചെയ്തിട്ട് നമുക്കില്ല ഇങ്ങനെ ഡിസൈൻ എല്ലാം കൊടുക്കാം. നിങ്ങൾ നോക്കിക്കോ. ഫ്രണ്ട്സ്, ഞാൻ ഇങ്ങനെ ലൈൻ കൊടുത്തിട്ടുണ്ട്. ആയല പോലെ ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്, കണ്ട. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് സദ്യന്റെ ഓരോ ഐറ്റംസ് വിളമ്പി തുടങ്ങാം. ഓക്കെ, വൈറ്റ് കളറിനെ കൊണ്ട് ചോറ്. നിങ്ങൾ കണ്ടോ, ഞാനല്ലേ കുഞ്ഞു ചോറുണ്ടാക്കി. കണ്ട, ഇങ്ങനെയാണ് നിങ്ങൾക്ക് ആക്കേണ്ടത്. ഇത്രയും ചെറുതെടുത്തിട്ട് അങ്ങനെ ആക്കിയാൽ മതി. മെല്ലനെ I am keeping it simple. ഞാൻ ഇങ്ങനെ ചോറ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇലയിൽ ഒട്ടിച്ചോട്ടെ. ഇല അടിപൊളിയായി, നല്ല സാധനം. എന്റെ നെഞ്ചിലുറങ്ങും കിങ്ങിണി മുത്തേ, കിന്നരിപ്പൂവേ മഞ്ഞണിപ്രാവേ, എന്റെ നെഞ്ചിലുറങ്ങും കിങ്ങിണി മുത്തേ, കുട്ടിക്കുറുമ്പു കാട്ടും പിന്നെ ചാരെ വന്നിരിക്കും. ഇനി പച്ചടി കിച്ചടി സാമ്പാർ എല്ലാം ഉണ്ടാക്കണം അല്ലേ. കൊച്ചു കൊച്ചു കള്ളങ്ങൾ, പൂമണങ്ങൾ, ഓമൽ ചേലോലും നിൻ പുഞ്ചിരി മേഘങ്ങൾ, കിന്നരിപ്പൂവേ മഞ്ഞണിപ്രാവേ, എന്റെ നെഞ്ചിലുറങ്ങും കിങ്ങിണി മുത്തേ. സാധനം പാഴാക്കി എടുത്തിട്ടുണ്ട്, അടിപൊളി. പിഞ്ഞുമൈനേ എന്റെ താമര പൈങ്കിളിനി, പുഞ്ചിരി പാലോളും ചേലുള്ള സുന്ദരിനി,
ചേലുള്ള സുന്ദരി നീ ഞാനിവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കിന്നരിപ്പൂവേ മഞ്ഞണി പ്രാരേ എന്റെ നെഞ്ചിലുറങ്ങും കിങ്ങിണി മുത്തേ. ഇതിനെക്കൊണ്ട് അവിയലോ ഫ്രണ്ട്സ്, ഞാൻ ഈ യെല്ലോ ക്ലേ ഇവിടെ ഒട്ടിച്ചെടുക്കാം ഫ്രണ്ട്സ്. അച്ചാറ് നമുക്ക് റെഡ് കളർ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം ഫ്രണ്ട്സ്. കൊണ്ട് ഇങ്ങനെ അച്ചാർ ഒട്ടിച്ചു കൊടുക്കാം. ഈ സ്കിൻ കളർ മിക്സ് ചെയ്തിട്ട് പച്ചടി പോലെ ആക്കി വെക്കാം. ഇത് കട്ടിയാണ് ഫ്രണ്ട്സ്. എത്രയും സ്കിൻ കളർ ഇനിയും സ്കിൻ കളർ വേണം ഫ്രണ്ട്സ്. ഇത് നമ്മളെ പച്ചടിയാണ് ഫ്രണ്ട്സ്. കണ്ട ഇങ്ങനെ മിനി പച്ചടി. നമുക്കിത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഫ്രണ്ട്സ്. കണ്ട ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഫ്രണ്ട്സ്. നമുക്ക് പച്ചടിയിൽ കടുക് പോലെ ഇങ്ങനെ ആക്കിയെടുക്കാം ഫ്രണ്ട്സ്. വീഴരുത്. ചെറിയ ഇതാക്കിയിട്ട് കടുവിന്റെ ഷേപ്പിലാക്കി എടുക്കും അല്ലേ. അതിൻ്റെ അത് നമുക്ക് പച്ചടിയിലാക്കിയാൽ ഞാൻ ആക്കി ഫ്രണ്ട്സ്. ഇങ്ങനെ നിന്റെ കയ്യിൽ വെച്ച് കൊടുക്കാം. നാലെണ്ണം 2-3 കടുവാക്കിട്ട് വെച്ച് കൊടുക്കാം. പച്ചടി പോലെയായി. കറക്റ്റ്. രണ്ട് കണ്ണു നമുക്ക് റെഡ് കളർ മുളക് പോലെ ഇങ്ങനെ ഇവിടെ വെച്ച് കൊടുക്കാം. ഫ്രണ്ട്സ് കണ്ട് ഞാൻ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. മുമ്പില്ല പക്ഷെ ഇങ്ങനെ ഒട്ടിക്കുന്നുണ്ട് ഫ്രണ്ട്സ്. ഞാൻ വീഡിയോ എടുത്ത് കാണിക്കുന്നില്ല എന്നുള്ളൂ ഫ്രണ്ട്സ്. ഇത് നമുക്കിത് നമ്മളെ കൂട്ടുകറി ഫ്രണ്ട്സ്. നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഫ്രണ്ട്സ്. കണ്ടേ ഇങ്ങനെ കൂട്ടുകറിയിൽ നമുക്ക് ഇതേപോലെ ബ്ലാക്ക് കളർ ആക്കി കൊടുക്കാം ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്, ഞാൻ അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മളെ ബീറ്റ്റൂട്ട് പച്ചടി ഉണ്ടാക്കാം ഫ്രണ്ട്സ്. അതിന് ഞാൻ കുറച്ച് പിങ്ക് കളർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വൈറ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്യാം ഫ്രണ്ട്സ്. ഇപ്പം ഇല്ല സംഗമി ഹാളിൽ മഴയുണ്ട്. പിന്നെ ഇല്ല നമ്മുടെ സംഗമി ഹാളും പിന്നെ കേരളത്തിൽ മഴ ഞാൻ കുറേ വീഡിയോ കണ്ടു. എല്ലാവരും മഴയത്തിങ്ങനെ സ്വിമ്മിങ് പൂള് പോലെ ആയിട്ടുണ്ട്. ഫുള്ള് ചെളി. എല്ലാവരും സേഫ് അല്ല ഫ്രണ്ട്സ്. സംഗമി ഹാളിലും നല്ല മഴയുണ്ട്. പിന്നെ വായസനബാദിൽ സ്വിമ്മിങ് പൂൾ ആയിട്ടുണ്ട്. പിന്നെ കേരളത്തിലും എല്ലാ വെള്ളമുണ്ട്, ചാടിക്കുളമെല്ലാം ഉണ്ട്. നിങ്ങളെല്ലാവരും സേഫ് അല്ല ഫ്രണ്ട്സ്. ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇത് നമുക്ക് ബീറ്റ്റൂട്ട് പച്ചടി പോലെ ഇത് നമുക്കിങ്ങനെ സൈഡിൽ വെക്കാം. ബീറ്റ്റൂട്ട് പച്ചടി ഷേപ്പിലാക്കിയിട്ട് നമുക്കിങ്ങനെ ഒട്ടിക്കാം. സൂപ്പറായിട്ട് ഒട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്, ഒറിജിനൽ പോലെ തോന്നാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ കുത്തി കുത്തി എടുക്കാം പർപ്പിൾ കളർ കൊണ്ട്. ഞാൻ ബീറ്റ്റൂട്ട് പച്ചടി ഇങ്ങനെ കുറച്ച് ഇങ്ങനെ റെഡ് കളർ ആക്കിയിട്ടുണ്ട് ഗൈസ്. കണ്ടോ? ഇത് ഇങ്ങനെ ആക്കാൻ നല്ല സിമ്പിളാണ് ഫ്രണ്ട്സ്. നിങ്ങൾ കണ്ടില്ല എത്ര സിമ്പിളാണെന്ന്. ഇങ്ങനത്തെ കളറ് മാത്രം ഉണ്ടായാൽ മതി അല്ലേ. നമുക്കൊരു മിനി സദ്യ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിൽ മെയിൻ ആയിട്ട് എന്താ വേണ്ടേ? പപ്പടവും സാമ്പാറും. പപ്പടവും സാമ്പാറും ഉണ്ടാക്കിയെടുക്കണം. പായസവും വേണം അല്ലേ. പായസം. അപ്പൊ നമുക്ക് ഇനി പപ്പടം ഉണ്ടാക്കിയെടുക്കാം അല്ലേ. പപ്പടം എങ്ങനെയാ ഉണ്ടാക്കണ്ടേന്ന് വെച്ചാല് നമുക്ക് ഇത്തിരി കുറച്ച് പപ്പടം ഉണ്ടാക്കും. ഇത് നീ സ്കിൻ കളറാ എടുത്തത് സാൻവി അല്ലേ? ഓക്കെ. അവരുടെ എടുത്തിട്ട് ഇങ്ങനെ പടുത്തുക. എന്നാ വെരി സിമ്പിൾ ആണ് ഫ്രണ്ട്സ്. പപ്പടം റെഡിയായല്ലേ? നമുക്ക് പപ്പടം ഇവിടെ വെച്ച് കൊടുക്കാം. ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ 2 പപ്പടം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. കണ്ടോ?
നമുക്ക് മെയിൻ കാര്യം സാമ്പാറാക്കി എടുക്കണം ഫ്രണ്ട്സ്. സാമ്പാർ ഈ ചോറിന്റെ നടുക്കല്ലേ ഉണ്ടാക്കി കൊടുക്കണ്ടേ. അപ്പൊ നമുക്ക് ക്ലേന് പകരം കളർ അടിച്ചു കൊടുക്കാം ഫ്രണ്ട്സ്. കണ്ട കളറ് പണ്ടത്തെ കളറാ ഫ്രണ്ട്സ്. കളറാക്കി കൊടുക്കാം അല്ലേ? സാമ്പാർ പോലെ ഈ കളർ അടിച്ചു കൊടുക്കാം ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് കണ്ണനായി സാമ്പാറാക്കി. ഫ്രണ്ട്സ് ഞാൻ സാമ്പാർ പോലെ ഇങ്ങനെ കറി സാമ്പാർ കറിയാക്കി എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. കണ്ട വെജിറ്റബിൾസ് ആക്കണ്ടേ, അതൊന്നും നമുക്ക് ക്ലേ വെച്ചിട്ടാക്കാം വെജിറ്റബിൾസ്. ഫ്രണ്ട്സ് ഞാൻ അങ്ങനെ സാമ്പാർ ആക്കി എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. കണ്ട ഇനി നമുക്ക് ഒരു ഗ്ലാസ്സില് പായസം ഉണ്ടാക്കിയെടുക്കാം ഫ്രണ്ട്സ്. മെയിൻ സാധനം പായസം. നമുക്ക് അതായത് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇല്ല ഗ്ലാസ് വേണം. അതുകൊണ്ടില്ല നമുക്ക് ഈ ബ്രൗൺ ക്ലേ എടുക്കണം. പിന്നെ ഇല്ല ഇങ്ങനെ വെച്ച് കുറച്ച് ഇങ്ങനെ ആക്കണം ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് പിന്നെ ഇല്ല കുറച്ച് ഇങ്ങനെ ചെയ്യണം. പിന്നെ ഇല്ല ഈ പെൻസിൽ കാണുന്നില്ല ഫ്രണ്ട്സ്. ഇതിന്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ നിൽക്കണം ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് കണ്ടോ? ഫ്രണ്ട്സ് കണ്ടോ? ഇങ്ങനെ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. ഞാൻ ഈ ഗ്ലാസ് ആക്കി എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. ഞാൻ അല്ലേ ഉണ്ടാക്കാൻ പോകുന്ന പാൽപ്പായസം. അപ്പൊ നമുക്ക് വൈറ്റ് കളറും കൂടി എടുത്തിട്ട് പാൽപ്പായസം ഉണ്ടാക്കിയാലോ ഫ്രണ്ട്സ്? നമുക്കിത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചെടുക്കാം ഫ്രണ്ട്സ്. കണ്ടോ ഫ്രണ്ട്സ്? പാൽപ്പായസം ആയിട്ടുണ്ട്. ഇതാണ് പാൽപ്പായസം. ഫ്രണ്ട്സ് നമുക്ക് ഈ പാൽപ്പായസം അല്ലേ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഫ്രണ്ട്സ്. കണ്ട ഞാൻ 1 മിനിറ്റ്സിൽ ഒട്ടിച്ചു. ഇതാണ് നമ്മളെ സദ്യ. സാനുവിൻ്റെ സദ്യയുടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ അല്ലേ? ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സാമ്പാറുണ്ട്, പപ്പടമുണ്ട്, ഉപ്പേരി, പഴം, അച്ചാറ്, പച്ചടി, കൂട്ടുകറി, ഇതൊന്ന് ബീട്രൂട്ട് പച്ചടി, മറ്റേ അവിയൽ, പായസം, പപ്പടം. അപ്പൊ ഭയങ്കര സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ട്. നമുക്ക് ക്ലേനെ കൊണ്ട് ഉണ്ടാക്കാം. നമുക്കില്ല ആ ബീട്രൂട്ട് പച്ചടി എല്ലാം കളർന്ന് കൊണ്ടുണ്ടാക്കാം. അച്ചാറെല്ലാം കളർന്ന് കൊണ്ടുണ്ടാക്കാം. അപ്പോ ഇതെല്ലാരും ട്രൈ ചെയ്ത് നോക്കുക അല്ലേ? നിങ്ങളെല്ലാരും നിങ്ങളുടെ വീട്ടിൽ ഇത് സൂപ്പറായിട്ട് ട്രൈ ചെയ്ത് നോക്കാം ഫ്രണ്ട്സ്. എന്തായാലും നല്ല സൂപ്പറായിട്ടുള്ള ക്ലേ ക്രാഫ്റ്റാണ്. നിങ്ങളുടെ വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്യണം. അപ്പോൾ ഇല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. ഇപ്പൊ എനിക്ക് സദ്യ തിന്നാൻ ടൈമായി. ആയി റെഡിയായി. നിങ്ങൾ ഓണത്തില് നല്ല സ്പെഷ്യൽ സദ്യ ഉണ്ടാക്കൂലേ ഫ്രണ്ട്സ്? അപ്പൊ എല്ലാരും മഴയത്തിന് സേഫ് ആയിട്ട് ഇരിക്കുക. അപ്പം